നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വാർത്തയാണിത്. പത്തനംതിട്ടയിലെ ഊന്നുകല്ലെന്ന് പറയുന്ന സ്ഥലത്ത് ഭാര്യ പിണങ്ങിപ്പോയെന്ന് പറഞ്ഞ് ഭർത്താവ് ട്രാൻസ്ഫോമറിൻ്റെ മുകളിൽ കയറിയിട്ട് ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നു. തുടർന്ന് അവിടുത്തെ നാട്ടുകാരെല്ലാവരും ഒത്തുകൂടുന്നു. പിന്നെ പോലീസ് സ്റ്റേഷനെയും പവർ സ്റ്റേഷനിലേക്ക് വിവരം അറിയിക്കുന്നു. അവരെ പോലീസുകാരും പിന്നെ ഫയർഫോഴ്സുകാരും ഒക്കെ അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ആളുകളും നാട്ടുകാരെല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ട്. ഒരുപാട് രസകരമായ ഒരു സംഭവമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മഹത്യാ ഭീഷണി മുഴക്കുവാണ് പിണങ്ങിപ്പോയ ഭാര്യ വരാനായിട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഭാര്യയോട് ഇവർ ന്യൂസ് ചാനലുകാരും ഒക്കെ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു ഇയാൾ വളരെ അപകടകാരിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇയാളുടെ പേര് ആരോമൽ എന്നാണ് കേട്ടോ. 23 വയസ്സ് പ്രായമുള്ളൂ ഇവന്. അപ്പോൾ ഇവൻ വേറൊരു പെണ്ണുവിനെ അവിടെ വീട്ടിൽ കൊണ്ട് താമസിപ്പിക്കുന്നു. അത് 7 മാസം ഗർഭിണിയാണെന്നാണ് പറയുന്നത്. എന്താണ് ഈ നാടിൻ്റെ അവസ്ഥ? എന്നിട്ട് അവൻ ഇപ്പം ആ ഒരു മനോവിഷമത്തിലാണ് ഈ ഭാര്യ അവരുടെ വീട്ടിലോട്ട് പോയത്. ഇപ്പോൾ അവർ തിരികെ വന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ആത്മഹത്യ ഭീഷണി. ട്രാൻസ്ഫോമറിൻ്റെ മുകളിൽ കയറി. ഞാൻ ട്രാൻസ്ഫോമറിൻ്റെ മുകളിൽ കറണ്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ള അറിയത്തില്ല. ഞാൻ ആരെയും ട്രാൻസ്ഫോമർ ഓഫാക്കിയോ? ട്രാൻസ്ഫോമർ ഓഫാക്കിയില്ലെങ്കിൽ ഇവൻ ഫൂ എന്നും പറഞ്ഞൊരു ഒറ്റ കത്തലാവും. മനസ്സിലായില്ലേ? കാരണം ഈ ജാതി പൊട്ടത്തരമൊക്കെ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നത് അവൻ്റെ കയ്യിലെ കുഴപ്പം കൊണ്ടാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അവൻ്റെ തെറ്റൊന്നും അവൻ പറയുന്നില്ല. അപ്പോൾ ശരിക്കും ഇവനെ പോലീസ് വിചാരണ ചെയ്യുകയാണ് ശരിക്കും വേണ്ടിയത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഭാഗത്ത് ഒരുപാട് ന്യായീകരണങ്ങളുണ്ട് ഭാര്യയുടെ ഭാഗത്ത്. അപ്പോൾ ആ വീഡിയോ നമുക്കൊന്ന് കാണാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ചേരുകയാണ് വിനു. ഗുഡ് മോർണിംഗ്. രാവിലെ ഒരു ഞായറാഴ്ചയായിട്ട് കുറച്ച് സാഹസികമായ ഒരു കാര്യമാണ് കാണുന്നത്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഇപ്പോഴും ആ ട്രാൻസ്ഫോമറിന് മുകളിൽ കയറി നിൽക്കുകയാണോ യുവാവ്? താഴെ ഇറക്കാനുള്ള അനുനയ നീക്കം എന്തായി? പിണങ്ങിപ്പോയ ഭാര്യ തിരികെ വന്നോ? ഇപ്പോഴും ട്രാൻസ്ഫോറിന് മുകളിൽ അയാൾ തുടരുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അനുനയിപ്പിക്കാൻ പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ശ്രമിക്കുന്നുണ്ട്. പത്തനംതിട്ട വാര്യാപുരം സ്വദേശിയായ ആരോമൽ എന്ന 23 വയസ്സുകാരനാണ് രാത്രി മുതൽ ട്രാൻസ്ഫോമറിന്റെ മുകളിൽ കയറി ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. രാത്രി മുതൽ തന്നെ അനുനയ നീക്കം നടക്കുന്നുണ്ട്. പക്ഷേ ഇയാൾ വഴങ്ങുന്നില്ല. ആരോമലിന്റെ ഭാര്യയുമായി സംസാരിച്ചിരുന്നു. ഭാര്യ പറയുന്നത് ആരോമൽ മറ്റൊരു പെൺകുട്ടിയെ കൂടി ഇവരുടെ വീട്ടിൽ കൊണ്ട് താമസിപ്പിക്കുകയും അവർ 7 മാസം ഗർഭിണിയുമാണ് ഒരു സാഹചര്യമാണ് താൻ തന്റെ വീട്ടിലേക്ക് പോകുന്നത്. ഇപ്പോൾ താൻ തിരികെ ചെല്ലണം എന്ന് പറഞ്ഞു. കണ്ടില്ലേ? ഇതാണ് ആ വീഡിയോ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭാര്യനെ ഫുള്ളായിട്ട് കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. ഇനി അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവരുടെ പ്രശ്നമൊന്നുമില്ല. അവർക്ക് ഇതാണ് പ്രശ്നം. അവർ ഇതിൽ ഇവൻ ഇങ്ങനെ ഈ രീതിയിൽ പെരുമാറുന്ന ആ ഒരു അവസ്ഥ കൊണ്ട് പിന്നെ അവരവരുടെ വീട്ടിൽ പോയി. കാരണം അവരെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. എന്നാൽ ഇവൻ ചെയ്യുന്നത് നാറിയ പരിപാടിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ നമുക്ക് അങ്ങനെ സപ്പോർട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഇപ്പം ഭാര്യ വന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പം ന്യൂസ് ചാനലുകാർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആ സംഭവ സ്ഥലത്ത് നിൽക്കുന്ന പിന്നെ റിപ്പോർട്ടറോട് അവിടെ ന്യൂസ് ചാനലിൽ നിന്ന് വേറൊരു ലേഡീസ് റിപ്പോർട്ടർ ചോദിക്കുന്നത് എൻ്റെ പിണങ്ങിപ്പോയ ഭാര്യ തിരിച്ചു വന്നോ, ഇനിയിപ്പോൾ ഇത് എങ്ങനെ അനുനയിപ്പിക്കും എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. അനുനയിപ്പിക്കാനൊന്നുമില്ല. ശരിക്കും ഇവനെ രണ്ടെണ്ണം കൊടുത്ത് താഴെ ഇറക്കി, അനുനയിപ്പിച്ച് താഴെ ഇറക്കുക, എന്നിട്ട് 2 കൊടുക്കുകയാണ് വേണ്ടത്. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കുക. അല്ലാതെ ഒന്നുമില്ല. ഇതിന് അനുനയം അങ്ങനെ തന്നെ. അവിടെ നിന്ന് അവൻ ചാടിക്കഴിഞ്ഞാൽ ചിലപ്പം കാലും കൈയൊക്കെ വേറെ ആയിട്ട് ചിലപ്പോൾ കിട്ടുക പോസ്റ്റിൻ്റെ മുകളിൽ നിന്ന്. ഇനി അതല്ല, ചാടിക്കഴിഞ്ഞാൽ ഒറ്റ ഇതിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ അത്രയും തലവേദന കുറയും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവനെയൊക്കെ അങ്ങനെ തന്നെ പറയണം. കാരണം എന്താ വെച്ചാൽ പോക്കൃത്തരമൊക്കെ ഇവൻ ചെയ്യുകയും ചെയ്യും. എന്നിട്ട് ഭാര്യ പിണങ്ങിപ്പോയതൊരു കംപ്ലൈൻറ്റ്. അല്ല, പെണ്ണുങ്ങൾക്ക് ഇല്ലാത്തൊരു കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ കൂടെ താമസിക്കുന്ന പെണ്ണ് ഇപ്പം ഇങ്ങനെയാണെന്ന് പറയുന്നു, പ്രഗ്നൻ്റ് ആണെന്ന് പറയുന്നു. അപ്പോൾ അത് ചെയ്ത് ചണ്ടിത്തരമല്ലേ? അപ്പോൾ ഏത് ഭാര്യയാണ് ഇവൻ്റെ ഒപ്പം നിൽക്കുക? ഇവൻ്റെ കൂടെ ആര് നിൽക്കാനാ? അപ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം ഇങ്ങനത്തെ കുറേ ആൾക്കാരുണ്ടെന്ന്. നാടിനും വീടിനും ഉപദ്രവമായിട്ടുള്ളൂ, മറ്റുള്ള നാട്ടുകാർക്കും ഒക്കെ ഉപദ്രവമായിട്ട്, പോലീസുകാർക്കും ഫയർഫോഴ്സിനും ഉപദ്രവമായിട്ടുള്ള ഇതുപോലുള്ള ആളുകളുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾ ഭൂമിയിൽ ഇല്ലാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. എന്ത് കാര്യത്തിനാണ്? സ്വന്തം വീട്ടുകാർക്കും ഒരു ഗുണമില്ല, എന്നാൽ നാട്ടുകാർക്കും ഒരു ഗുണമില്ല. എന്നാൽ സ്വന്തം ഭാര്യയ്ക്കെങ്കിലും ഒരു ഗുണം വേണ്ടേ? അതായത് ഇവനൊക്കെ ഇങ്ങനെ ഇനിയിപ്പം ജോലിക്ക് പോകണുണ്ടോ, ഇവന് എന്താ ജോലി എന്നൊന്നും അറിയത്തില്ല. ഇവൻ
ആ കാര്യമൊന്നും അതിൽ വിശദീകരിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും കൊള്ളാം. ഇങ്ങനെയുള്ള കുറേ ഉണ്ടെന്നുണ്ടെങ്കിൽ നാട്ടിൽ ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തായാലും ഇവനെ കൊണ്ട് ഗതി കിട്ടുമെന്ന് പറയാം ആരാ? പോലീസുകാരും ഫയർഫോഴ്സുകാരും നാട്ടുകാരും പറയുന്നുണ്ട്, പോലീസുകാരും പറയുന്നുണ്ട്. ഇവനെ അനുനയിപ്പിച്ച് എങ്ങനെയില്ലേ താഴെ ഇറങ്ങണ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവൻ കേൾക്കുന്നില്ല. ഇവൻ പിന്നെയും വാശിയില്ല. കാരണം ഞാൻ പിടിച്ച ആ കൊമ്പിന് മുയലിന് 4 കൊമ്പൊക്കെ വേണമെന്നൊക്കെയുള്ള ചില ആ ദുർവാശിയുള്ള ആളുകളുണ്ടല്ലോ. ഞാൻ ചെയ്തത് മാത്രം ശരി, എൻ്റെ ഭാഗം മാത്രം ന്യായീകരണം. അതൊന്നും നടക്കുന്നൊരു കാര്യമല്ല അത്. മനസ്സിലായില്ലേ? അത് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. അത് പോലീസുകാർക്കും അറിയാം. കാരണം ചണ്ടിത്തരം പോക്കിരിത്തരം എൻ്റെ ഭാഗത്താണെന്നുള്ളത്. എന്നിട്ട് അവൻ നിന്ന് ന്യായീകരിക്കുക, ട്രാൻസ്ഫോമറിൻ്റെ മുകളിൽ കയറി നാട്ടുകാരെ കാണിക്കാനായിട്ടും അതിൻ്റെ മുകളിൽ ചാടാനും. കറണ്ട് ആരെങ്കിലും ഓണാക്കി വിടുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഇവൻ ചിലപ്പോൾ അവിടെ പൂം എന്നും പറഞ്ഞ് വലിയ ഈ കതനാക്കുറ്റി കത്തുന്ന പോലെ കത്തി. മനസ്സിലായില്ലേ? അതാണ് ഇപ്പോഴത്തെ ഇത്. അത് ട്രാൻസ്ഫോമർ ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് ഓഫാക്കിയതാവും. അതല്ലെങ്കിൽ ട്രാൻസ്ഫോമർ ഓഫാക്കിയതിൻ്റെ ശേഷമാവും കയറിയത്. പക്ഷേ അത് അവിടുന്ന് ഓൺ ചെയ്യുന്നവർക്ക് ഇത് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഇവൻ്റെ കാര്യം കട്ടപ്പോക്കാം. കാരണം ഇവൻ ആ ട്രാൻസ്ഫോമറിൻ്റെ മുകളിൽ ഇരുന്ന് തന്നെ ചിലപ്പോൾ പോയും. ചിലപ്പോൾ ഇവനെ കറണ്ട് ഷോക്ക് നല്ല പവറിൽ വരുന്ന കറണ്ടാണെന്നുണ്ടെങ്കിൽ ഇവനെ അടിച്ച് തെറിപ്പിക്കുകയും ചെയ്യും. അടിച്ച് തെറിപ്പിച്ച് ചിലപ്പോൾ ഇവൻ വേറെ എവിടെയെങ്കിലും ആയി പോയി കിടക്കുന്നത്. കാരണം പിന്നെ മേലാൽ അവന് ട്രാൻസ്ഫോമറിൻ്റെ മുകളിൽ കറണ്ട് വരത്തില്ല. കാരണം ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവൻ്റെ ഭാര്യ തന്നെയാണ് പറയുന്നത്, ഇങ്ങനെ വേറെ സ്ത്രീയുണ്ട്, ഞാൻ എന്ത് ചെയ്യാനാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ആ ഒരു വിഷമത്തിൽ ഞാൻ പോയി. മനസ്സിലായില്ലേ? ഇതിന് നിങ്ങൾ ഇപ്പോൾ എന്നെ കുറ്റപ്പെടുത്തിയാലൊന്നും കാര്യമില്ല, ആര് കുറ്റപ്പെടുത്തിയും കാര്യമില്ല. ഈ വീഡിയോ കാണുന്നവർ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം ഇതിൽ ന്യായീകരിക്കാൻ പിന്നെ അവൻ്റെ ഭാഗത്ത് ആളുകളും ഉണ്ടാവും, പെണ്ണിൻ്റെ ഭാഗത്ത് ആളുകളും ഉണ്ടാവും. ഞാൻ 100% നിൽക്കുന്ന പെണ്ണിൻ്റെ ഭാഗത്ത് തന്നെയാണ്. എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെ കാര്യം. ഇനി വേറെ എന്തെങ്കിലും കാര്യം ഉണ്ടോയെന്നുള്ളത് നമുക്കറിയത്തില്ല. അതിനെപ്പറ്റി ഇനി വേറൊരു വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം, വേറെ വീഡിയോ ചെയ്യാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത്ര ഇവിടെ വന്നിട്ടുള്ളൂ, ഇവനെ താഴെ ഇറക്കിയിട്ടില്ല എന്നുള്ളതാണ് ഇതുവരെ വന്നിരിക്കുന്നത്. പക്ഷേ ഇവൻ ഇറങ്ങുന്നില്ല എന്നും പറഞ്ഞ് നിൽക്കുന്ന പോലീസുകാർ താഴെ നോക്കി നിൽക്കുന്നു. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ശരിയെന്ന് നിർത്തി നോക്കേ.